ശരണം അമ്മേ മഹാസരസ്വത്യൈ നമഃ. ശുഭ്രവസ്ത്രം ധരിച്ചു പ്രസന്നയായി, ശുഭ്രപുഷ്പമാല്യങ്ങളാൽ പൂജ്യയായി, അക്ഷമാലയും പുസ്തകം വീണയും കയ്യിലേന്തുന്ന സൗമ്യസ്വരൂപമായി ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം നവമസ്കന്ധം 6-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ലക്ഷ്മിയും ഗംഗയും സരസ്വതിയും പരസ്പരം ശാപഗ്രസ്തരായി ഭൂമിയിൽ നദിയായി വരാനുള്ള കാരണമാണ് അവിടെ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും ശാപമെല്ലാം കഴിഞ്ഞ സമയത്താണ് മഹാവിഷ്ണു വന്നത്. കഥയെല്ലാം കേട്ട് അതിൽ വിഷമിച്ച ഭഗവാൻ അവരെ 3 പേരെയും ആശ്വസിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇന്ന് അവലോകനം ചെയ്യുന്നത്. ശ്രീ ഭഗവാനുവാച ലക്ഷ്മി ത്വാം കലയാ ഗച്ഛാ ധർമ്മധ്വജഗൃഹം ശുഭേ അയോനി സംഭവാ ഭൂമോ തസ്യ കന്യാ ഭവിഷ്യസി. ഹേ ഭദ്രേ ലക്ഷ്മി, അംശാവതാരം കൊണ്ട് നീ ധർമ്മധ്വജൻ്റെ ഗൃഹത്തിലേക്ക് പോയിക്കോളൂ. അദ്ദേഹത്തിന് അയോനിജയായ കന്യയായി ഭവിക്കാം. പിന്നീട് ദൈവവശാൽ നിനക്ക് അവിടെ തന്നെ വൃക്ഷമായി നിൽക്കാനും വൃക്ഷത്വവും ലഭിക്കും. ആ 2 ശാപവും ഉണ്ടല്ലോ ലക്ഷ്മിക്ക്. നദിയായാൽ മാത്രം പോരാ, വൃക്ഷവും ആവണം, മരവും ആവണം എന്നല്ലേ പറഞ്ഞ. അപ്പം അത് 2ഉം അവിടെ തീർത്തു. എൻ്റെ അംശം തന്നെയായ ശംഖചൂഡൻ്റെ പത്നിയായി ഭവിക്കും. പിന്നീട് അതായത് ശംഖചൂഡൻ്റെ പത്നിയായി ഭവിക്കും, പിന്നീട് എൻ്റെ പത്നിയായി തീരുകയും ചെയ്യും എന്ന് ആശ്വസിപ്പിച്ചു. ത്രൈലോക്യത്തെയും പരിശുദ്ധമാക്കുന്ന തുളസിയായി ഭാരതത്തിൽ പിറക്കുക, കലകൊണ്ട് നദീഭാവവും സ്വീകരിച്ചു കൊള്ളുക, വേഗം പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഭാരതിയുടെ ശാപഫലമായി ഭാരതത്തിലേക്ക് പൊയ്ക്കൊള്ളുക. അവിടെ നീ പത്മാവതി നദിയായി ഭവിക്കും. ഗംഗെ, പിന്നാലെ നീയും പൊയ്ക്കോളൂ. അംശം കൊണ്ട് നീ വിശ്വപാവിനിയായ ഗംഗയായി തീരുക. പാപികളുടെ പാപം നശിപ്പിക്കുന്നതിനു വേണ്ടി ഭാരതിയുടെ ശാപമനുസരിച്ച് ഭാരതത്തിലേക്ക് പോകൂ. സുകൽപിതേ ഭഗീരഥൻ തപസ്സുകൊണ്ട് നിന്നെ ഭാരതത്തിൽ എത്തിക്കും. പരിപാവനമായ ഭഗീരഥി എന്ന പേരിൽ നീ ഭൂമിയിലെങ്ങും അറിയപ്പെടുന്നവളാകും. എൻ്റെ അംശമായ സമുദ്രത്തിൻ്റെ പത്നിയായി ഭവിക്കും. എൻ്റെ കൽപ്പന അതാണ്. ഹേ സുരേശ്വരി, എൻ്റെ കാലാംശമായ ശന്തനു മഹാരാജാവിൻ്റെയും പത്നിയായി നീ ഭവിക്കും. നീയും ഗംഗാശാപമനുസരിച്ച് കലാംശത്തോടെ ഭാരതത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. സ്വപത്നി കലഹത്തിൻ്റെ ഫലം നീ അങ്ങനെ അനുഭവിക്കണം. നീ സ്വയം ബ്രഹ്മസദനത്തിൽ ബ്രഹ്മാവിൻ്റെ പത്നീപദവും അലങ്കരിക്കണം. ഗംഗ ശിവസ്ഥാനത്തേക്ക് പോകട്ടെ. പത്മ ഇവിടെ തന്നെ നിൽക്കട്ടെ. അവൾ ശാന്തയും ക്രോധരഹിതയും എൻ്റെ ഭക്തയും സത്വസ്വരൂപിണിയുമാണ്. അവൾ മഹാസാധ്വിയും മഹാഭാഗ്യയും സുശീലയും ധർമ്മചാരിണിയുമാണ്. ധർമ്മിഷ്ഠരായ പതിവ്രതകളെല്ലാം അവളുടെ അംശ കലകളാണ്. ശാന്തരൂപികളും സുശീലകളുമായ അവർ വിശ്വം തോറും പൂജിക്കപ്പെടുന്നു. ഭിന്നസ്വഭാവമുള്ള 3 ഭാര്യമാരും 3 ഭൃത്യന്മാരും 3 ബന്ധുക്കളും ഒരിടത്ത് താമസിക്കരുത്. അത് വേദവിരുദ്ധമാവും എന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല, അത് ശുഭകരവും ആകില്ല. ഏത് ഗൃഹസ്ഥരുടെ വീട്ടിലാണോ സ്ത്രീ പുരുഷനെപ്പോലെയും പുരുഷൻ സ്ത്രീയുടെ അടിമയെപ്പോലെയും കഴിയുന്നത്, ആ ഗൃഹസ്ഥരുടെ ജന്മം നിഷ്ഫലമാണ്. അവർക്ക് അടിക്കടി അശുഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആരുടെ ഭാര്യയാണോ വാക്കുകൾ കൊണ്ട് ദുഷ്ടയും യോനിദുഷ്ടയുമായിട്ട് സദാ കലഹിച്ചു കൊണ്ടിരിക്കുന്നത്, അവൾ കാട്ടിൽ പോകുകയാണ് നല്ലത്. വീട്ടിനേക്കാൾ ഭേദമാണ് കൊടുങ്കാട്.
അവിടെ കുടിക്കാൻ വെള്ളവും കിടക്കാൻ ഇടവും തിന്നാൻ പഴങ്ങളും കിട്ടും. എല്ലായ്പ്പോഴും അവ ലഭിക്കുകയും ചെയ്യും. എന്നാൽ വീട്ടിൽ അവയൊന്നും ലഭിക്കില്ല. തീക്കുള്ളിൽ കഴിയുന്നതിലും ഭേദം ക്രൂരമൃഗങ്ങളുടെ കൂടെ കഴിയുകയാണ്. അതിലും കഷ്ടമാണ് പുരുഷന് ദുഷ്ടസ്ത്രീകളുടെ കൂടെയുള്ള വാസം. വ്യാധിജ്വാലയും വിഷജ്വാലയും പുരുഷന് ഒരുവിധം തന്നെ പൊറുക്കാം. പക്ഷേ ദുഷിച്ച സ്ത്രീകളുടെ മുഖജ്വാല മരണത്തേക്കാൾ ഭയങ്കരമാണ്. ഭസ്മമാകുന്നതുവരെ സ്ത്രീ ജിതന്മാർക്ക് ശുദ്ധിയുണ്ടാവില്ല. അവൻ ചെയ്യുന്ന സൽക്കർമ്മത്തിനൊന്നും ഫലമുണ്ടാവുകയില്ല. അവർക്ക് ഇവിടെയും പരലോകത്തും നിന്ദിതരായിത്തീരും. ഏത് നിലയ്ക്കും നരകത്തിൽ പോകുകയും ചെയ്യും. സൽകീർത്തി ഉണ്ടാവില്ല. മരണതുല്യമാണ് അവൻ്റെ ജീവിതം. ഒന്നിലേറെ ഭാര്യമാരൊരുമിച്ച് താമസിക്കുന്നത് ശുഭകരവുമാകില്ല. ഒരു ഭാര്യ ഉള്ളവനാണ് സുഖം, ഒന്നിലേറെ ഭാര്യയുള്ളവനല്ല. ഗംഗേ, നീ ശിവസ്ഥാനത്തേക്ക് പോയിക്കോളൂ. സരസ്വതി, നീ ബ്രഹ്മലോകത്തേക്ക് പൊക്കോളൂ. ഹേ ലക്ഷ്മി ദേവി, എൻ്റെ ഗൃഹത്തിൽ ഇരുന്നോളൂ. സതിയും സുശീലയും സുഭഗയുമായ പത്നി ആർക്കുണ്ടോ അവനാണ് ഇവിടെയും സ്വർഗത്തും സുഖം കിട്ടുന്നത്. അവനാണ് ധർമ്മവും പരലോകത്ത് ക്ഷേമവും ലഭിക്കുക എന്നെല്ലാം പറഞ്ഞ് ഇവരെയെല്ലാം ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ 6-ാമത്തെ അധ്യായം പരിസമാപിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നിൽ കൂടുതൽ ഭാര്യ ഉണ്ടാവും. ഭാര്യമാരുള്ളവരുടെ കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ, അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളെയൊക്കെയാണ് മഹാവിഷ്ണു ഇവിടെ പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല, തൻ്റെ അനുഭവം കൊണ്ട്. ഇവരെ 3 പേരെയും ഒരേ സ്ഥലത്ത് താമസിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ഈ കലഹം നടന്നതും ശാപങ്ങളും പ്രതിശാപങ്ങളും നടന്നതും അതിലൊക്കെ തനിക്കും ഭാഗമാകേണ്ടി വന്നതും എല്ലാം കാരണം ഇവരെ 3 പേരെയും ഒരു സ്ഥലത്ത് താമസിപ്പിച്ചു എന്ന ഒരു തെറ്റ്. അങ്ങനെ ആ 3 പേരും ഒരു സ്ഥലത്ത് താമസിച്ചവരെ ഇപ്പോൾ മഹാവിഷ്ണു എന്തു ചെയ്തു? ഇവർ 3 പേരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നാൽ അവിടെ കലഹം ഒരിക്കലും ഒഴിയില്ല. അതുകൊണ്ട് ഇനി ആ കലഹങ്ങൾ ഉണ്ടാവാതെ കണ്ടിരിക്കാൻ അവരുടെ സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഗംഗയോട് പറഞ്ഞു, പോയിട്ട് ശിവൻ്റെ കൂടെ കൈലാസത്തിലായിക്കോളൂ എന്ന് പറഞ്ഞു. സരസ്വതിയോട് പറഞ്ഞു, സത്യലോകത്ത് പോയി ബ്രഹ്മാവിൻ്റെ കൂടെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ശാപം കാരണം 3 പേർക്കും ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ടുമുണ്ട്, ആ നദിയാവേണ്ടതായിട്ടുമുണ്ട്. ആരെല്ലാം എപ്രകാരം എവിടെ എങ്ങനെ നദിയായിട്ട് വരും എന്നുള്ളതും ഭഗവാൻ അവരോട് പറഞ്ഞ് കൊടുത്തതോടു കൂടിയിട്ട് ഈ 6-ാമത്തെ അധ്യായം ഇവിടെ